ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. കേരളത്തിലും രാജ്യത്താകമാനവും പെൻഷൻ വാങ്ങുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കാവുന്ന ഒരു പ്രധാന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം വീണ്ടും ഉയർത്തുമോ എന്ന ചർച്ച ശക്തമാവുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സമ്പന്ന വിഭാഗത്തിൽപ്പെട്ട പെൻഷൻ പ്രായക്കാർക്ക് പെൻഷൻ ലഭിക്കുന്ന പ്രായപരിധി ഉയർത്തുന്നതിനനുസരിച്ച് കേന്ദ്ര സർക്കാർ ഗൗരവമായി ആലോചിക്കുന്നുവെന്നാണ് വിവരം. ഈ തീരുമാനം വന്നാൽ ആരൊക്കെയാണ് ബാധിക്കുക? സർക്കാർ പറയുന്ന സാമ്പത്തിക നേട്ടം എന്താണ്? സാധാരണ പെൻഷൻകാർ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? എല്ലാം വിശദമായി നോക്കാം. സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾക്കും പെൻഷൻ വിതരണത്തിനുമായി ഓരോ വർഷവും വലിയ തുകയാണ് ചെലവാക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സമ്പന്നരായ പെൻഷൻ പ്രായക്കാരുടെ വിരമിക്കൽ പ്രായം ഉയർത്തുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാറ്റം നടപ്പിലാക്കിയാൽ സർക്കാർ ഖജനാവിൽ നിന്ന് വർഷത്തിൽ ഏകദേശം 6,000 കോടി രൂപ വരെ ലാഭിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. അതായത് പെൻഷൻ നൽകേണ്ട ആളുകളുടെ എണ്ണം കുറയ്ക്കുകയും സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത കുറയുകയും ചെയ്യും എന്നതാണ് കണക്കുകൂട്ടൽ. ഇതിന് പിന്നിൽ ചില പ്രധാന കാരണങ്ങളുണ്ട്. ഒന്നാമതായി, രാജ്യത്തെ ജനങ്ങളുടെ ശരാശരി ആയുസ് വർദ്ധിച്ചു വരികയാണ്. മുമ്പ് 60 വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കൽ സ്വാഭാവികമായിരുന്നു. എന്നാൽ ഇന്ന് പലരും 70 വയസ്സ് കഴിഞ്ഞിട്ടും ആരോഗ്യപരമായി സജീവമാണ്. രണ്ടാമതായി, പെൻഷൻ ചെലവ് ഓരോ വർഷവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യയിൽ മുതിർന്നവരുടെ എണ്ണം കൂടുന്നതോടെ സർക്കാരിന്റെ ചെലവും വർദ്ധിക്കുന്നു. മൂന്നാമതായി, സാമ്പത്തിക സമ്മർദ്ദം. രാജ്യത്തെ വിവിധ ക്ഷേമ പദ്ധതികൾക്കും വികസന പദ്ധതികൾക്കും കൂടുതൽ പണം ആവശ്യമാണ്. അതിനാൽ ചെലവുകൾ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ സർക്കാർ തേടുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം സമ്പന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കായിരിക്കാം ആദ്യം ഈ മാറ്റം ബാധകമാകാൻ സാധ്യത. അതായത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും ക്ഷേമ പെൻഷൻ ആശ്രയിക്കുന്നവർക്കും ഉടൻ ബാധകമാകില്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. എന്നാൽ അന്തിമ തീരുമാനം വന്നിട്ടില്ല. ഇപ്പോൾ ഇത് പഠനഘട്ടത്തിലാണ്. സർക്കാർ നിയോഗിച്ച സമിതികൾ വിവിധ നിർദ്ദേശങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. സാധാരണ പെൻഷൻകാർക്ക് ആശങ്കപ്പെടേണ്ടതുണ്ടോ? ഇപ്പോൾ പലർക്കുമുള്ള പ്രധാന സംശയമാണിത്. നമ്മുടെ പെൻഷൻ നഷ്ടമാകുമോ? നിലവിലെ വിവരങ്ങൾ പ്രകാരം അത്തരമൊരു സാഹചര്യമില്ല. സാധാരണ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെയോ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെയോ ലക്ഷ്യമിട്ട് തീരുമാനം വന്നിട്ടില്ല. പക്ഷേ സർക്കാർ അന്തിമ പ്രഖ്യാപനം നടത്തുന്നതുവരെ കാര്യങ്ങൾ വ്യക്തമായി പറയാനാകില്ല. അതിനാൽ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. വിരമിക്കൽ പ്രായം ഉയർത്തിയാൽ എന്ത് ഗുണം ലഭിക്കും? ഇപ്പോൾ സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ നോക്കാം. ഒന്നാമതായി, സാമ്പത്തികമായി ലാഭം. 6,000 കോടി രൂപയുടെ വാർഷിക ലാഭം ലഭിച്ചാൽ അത് മറ്റ് ക്ഷേമ പദ്ധതികൾക്കായി ഉപയോഗിക്കാൻ കഴിയും. രണ്ടാമതായി, പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരുടെ സേവനം കൂടുതൽ കാലം ലഭിക്കും. മൂന്നാമതായി, പെൻഷൻ ഫണ്ടുകളുടെ മേലുള്ള സമ്മർദ്ദവും കുറയും. ഇത് ദീർഘകാല സാമ്പത്തിക സ്ഥിരതയ്ക്ക് സഹായകരമാകുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. എന്നാൽ ഈ നിർദ്ദേശത്തിനെതിരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ കുറയുമെന്നാണ് പ്രധാന വിമർശനം. വിരമിക്കൽ പ്രായം ഉയർത്തിയാൽ പുതിയ നിയമങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. ഇത് തൊഴിൽ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് യുവാക്കളെ ബാധിക്കുമെന്നാണ് വിമർശകർ പറയുന്നത്. കൂടാതെ എല്ലാ വിഭാഗം ആളുകൾക്കും ഒരേ രീതിയിലുള്ള നയം നടപ്പാക്കുന്നത് നീതിയല്ലെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. ലോകത്തിലെ പല രാജ്യങ്ങളും ഇതിനകം തന്നെ വിരമിക്കൽ പ്രായം ഉയർത്തിയിട്ടുണ്ട്. ജനസംഖ്യയുടെ പ്രായവർധനയും സാമ്പത്തിക സാഹചര്യങ്ങളും കണക്കിലെടുത്താണ് പല രാജ്യങ്ങളും ഈ തീരുമാനങ്ങൾ എടുത്തത്. അതിനാൽ ഇന്ത്യയിലും സമാനമായ ചർച്ചകൾ നടക്കുന്നത് അത്ഭുതകരമല്ല. എന്നാൽ ഇന്ത്യയിലെ സാമൂഹികവും സാമ്പത്തികവുമായ സാഹചര്യങ്ങൾ വ്യത്യസ്തമായതിനാൽ തീരുമാനങ്ങൾ വളരെ സൂക്ഷ്മമായി സ്വീകരിക്കേണ്ടതുണ്ട്. കേരളത്തിൽ പെൻഷൻ വിഷയങ്ങൾ എപ്പോഴും വലിയ ചർച്ചയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ ക്ഷേമ പെൻഷനുകൾ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്രതലത്തിൽ ഇത്തരമൊരു തീരുമാനം വന്നാൽ കേരളത്തിലും അതിന്റെ പ്രതിഫലനമുണ്ടാകാം. എന്നാൽ നിലവിൽ കേരളത്തിലെ ക്ഷേമ പെൻഷനുകളെക്കുറിച്ച് പ്രത്യേക മാറ്റങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഔദ്യോഗിക സർക്കാർ അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. സോഷ്യൽ മീഡിയ വാർത്തകൾ പരിശോധിക്കാതെ ഷെയർ ചെയ്യരുത്. പെൻഷൻ നിർത്തലാക്കുന്ന എല്ലാ തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വീഴരുത്. സർക്കാർ ഉത്തരവ് വരുന്നതുവരെ നിലവിലെ സംവിധാനത്തിൽ മാറ്റമുണ്ടാകില്ല. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.